ഏത് സിനിമയും തിയേറ്ററിലേക്കാണ് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യുന്നത്. എഴുത്തിന്റെ സമയത്ത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. സിനിമ തന്നെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് തെറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ഈ ജീവിതം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. രാജ്യാന്തര ചലച്ചിത്ര മേളകൾ പലതിലും നിരവധി മികച്ച അഭിപ്രായങ്ങൾ നേടുകയും അതേപോലെ തന്നെ ഈ 2024 എന്ന് പറയുന്ന ഒരു വർഷം മലയാള സിനിമയുടെ ഗോൾഡൻ എറയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിലീസായിട്ട് ആ ഒരു ഗോൾഡൻ എറയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് കൊടുത്ത ഒരു ചിത്രമാണ് ആട്ടം. അപ്പോൾ ഈ സിനിമയുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ, ഇതിൻ്റെ എഴുത്തുകാരനും സംവിധായകനും ആയിട്ടുള്ള ആനന്ദ് ഏകർഷിയാണ് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാനായിട്ട് ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഈ ആട്ടം സിനിമ കണ്ടിറങ്ങുന്ന ഒരാളുടെ ഉള്ളിൽ ഉറപ്പായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് ഈ പ്രതി ആരാണ്, ശരിക്കും സ്പെസിഫിക് ആയിട്ട് ആരാണ് ഈ പ്രതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രതിയെ പറയാതെ എൻഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു, അങ്ങനെ ഒരു എൻഡിങ്ങിലേക്ക് എത്തിക്കാനായിട്ട്? രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ചോദ്യം ഈ കണ്ട എല്ലാവർക്കും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നില്ല. ഒന്ന്, ചിലവർക്ക് തോന്നും ഇതാണ്, അതായത് ആ ചോദ്യം ചോദിക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനൊരു ഹൂഡൺ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ അത് ആര് എന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സിനിമ കണ്ടതിൻ്റെ സിനിമയുടെ പൂർണ്ണ അർത്ഥം മനസ്സിലായ ഒരാൾ ആ ചോദ്യം വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് അതാണ് ആവശ്യപ്പെടുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമയുടെ വിഷയം ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ്. ആ സെക്ഷൽ ഹരാസ്മെൻ്റ് നടന്ന് ആ ക്രൈം ചെയ്ത ഒരാളും അതിൻ്റെ ആ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇൻട്രോഗേഷൻ, അതൊരു പോലീസ് സ്പേസിലോ ഒന്നുമല്ല, കൂട്ടുകാരുടെ ഇടയിലുള്ള ഒരു ഓഡിറ്റിംഗ്, അതിൻ്റെ ഇൻട്രോഗേഷൻ, അത് മറ്റൊരു ഹരാസ്മെൻ്റായി, ഒരു ഈക്വൽ ഹരാസ്മെൻ്റായി മാറുന്നതാണ് സിനിമയുടെ പ്രമേയം. അപ്പോൾ അതിനകത്ത് ആ കഥാപാത്രം ഫൈനലി ഫീൽ ചെയ്യുകയാണ് ഞാൻ എന്താണോ ആ ക്രൈം, എന്നോട് ചെയ്ത ഒരു ക്രൈം ചെയ്ത ഒരാൾ, അവരും അയാളും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസം, എന്ത് ഡിഫറൻസ്, അതൊരു എന്താ പറയുന്നത്, ഇവരെല്ലാം ആ ക്രൈം ചെയ്തോ എന്നുള്ളതല്ല, ഈക്വൽ ആയിട്ടുള്ള ഒരു ഹരാസ്മെന്റിലൂടെ പോകുകയും അവരുടെ ചോദ്യങ്ങളിലൂടെയും അവർക്ക് ഇവളിലുള്ള അവിശ്വാസത്തിലൂടെയും ഇവരെല്ലാം മെന്റലി ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് തന്നെ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ നമ്മളിപ്പോ ഇന്ന ആൾ എന്ന് പറഞ്ഞ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ സിനിമ അതിലേക്ക് ചുരുങ്ങിപ്പോവും. ആ ക്രൈം ചെയ്ത ആൾ മാത്രം ക്രിമിനൽ ആവുകയും അയാൾ ക്രിമിനൽ അല്ല എന്നുള്ളതല്ല, ബാക്കി സിനിമയുടെ വിഷയം എല്ലാം വെറുതെ കാറ്റിൽ പോവുകയും ചെയ്യും. നമ്മുടെ സിനിമയുടെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ടാണ് ആ ഒരാളിലേക്ക് പോകരുത് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരാളിലേക്ക് പോവാതെ എല്ലാവർക്കും ഒരേ സ്പേസ് തന്നെയാണ് സിനിമയും കൊടുത്തിട്ടുള്ളത്. 13 പേർക്കും ഒരേ സ്ക്രീൻ സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എഴുതുക എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ, നമ്മളൊരു ലീഡ് റോള് വെച്ചിട്ടുള്ളൊരു എഴുത്തല്ലല്ലോ. അപ്പോൾ എഴുത്ത് എങ്ങനെയായിരുന്നു? അതിൽ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടായിരുന്നോ? ലൈക്ക് ഈ 12 ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യണം, അങ്ങനെ ഒരു രീതിയിൽ? ക്രൈസിസ് എല്ലാ സിനിമയിലെ എല്ലാ ക്രൈസിസുകളും നമുക്ക്, എല്ലാ ചലഞ്ചുകളും ഒരേ സമയത്ത് ചലഞ്ച് ആണെങ്കിൽ പോലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ സിനിമ ഉണ്ടാവുന്നത്, ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനിമ ഉണ്ടാവുന്നത് ഒരു തിരക്കഥയ്ക്ക് ശേഷം ഒരു കാസ്റ്റിംഗ് നടന്ന സിനിമയല്ല. ആദ്യം തന്നെ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും എൻ്റെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഷാവൻ ചേട്ടനും അഞ്ജലി ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് 10-20 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ്. ഞങ്ങളൊരു നാടക സംഘത്തിൽ വർക്ക് ചെയ്തവരാണ്. അപ്പോൾ വിനയ് ഇങ്ങനെ ഒരു സംഭവം ഇവരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ കാസ്റ്റ് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ ഈ കാസ്റ്റിന് വേണ്ടി ഒരു തിരക്കഥ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് ഇവർക്ക് വേണ്ടി എന്ന് പറയുന്നൊരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ ആ ലിമിറ്റേഷൻ തന്നെ നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ എല്ലാം ടാലന്റ് കാണിക്കണം. ഇവർക്ക് ഒരു ചെറിയ 1 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ വേഷം പോരാ. അപ്പം 11 ലീഡ്സിനെ ചെയ്യുമ്പോൾ എങ്ങനെ സ്ക്രീൻ സ്പേസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ തോട്ടിലേക്ക് ഒരു കൂട്ടം ആളുകളും ഒരു കൂട്ടത്തിൻ്റെ ബിഹേവിയറും ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതിൻ്റെ ഡൈനാമിക്സ് എന്താണ്, ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്, ഇതിൻ്റെ സൈക്കോളജി എന്താണെന്ന് പറയുന്ന ആലോചനയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീടാണ് ഇതൊരു ക്രൈം ഡ്രാമയായും ഒരു സെക്ഷൽ അസോൾട്ട് ക്രൈം ഡ്രാമയായും ഒക്കെ മാറുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഒരേ സമയത്ത് 12 പേര് ഓൾമോസ്റ്റ് എല്ലാ സീനിലും 11 പേര്, അല്ലെങ്കിൽ അഞ്ജലി വന്നു കഴിയുമ്പോൾ 12 പേര് എല്ലാ സീനുകളിലും ഉണ്ട്. അപ്പോൾ ഈ 12 പേർക്കും വേണ്ടി ഡയലോഗ്സ് എഴുതുക, അവരുടെ പ്രസൻസ്, അവരിപ്പോൾ മിണ്ടുന്നില്ലെങ്കിൽ പോലും അവർക്കൊരു റിയാക്ഷൻ ഉണ്ടാവും, അപ്പം അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും.
അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും മറന്നു പോകുമായിരുന്നു, ആരൊക്കെ സീനിലുണ്ട്, ആരൊക്കെ എത്ര നേരം ഒരാൾ ഡയലോഗ് പറഞ്ഞെന്ന് പോലും നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പം ഞാൻ ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വെക്കും ഞാൻ എഴുതാൻ നേരത്തെ. അപ്പം ഞാൻ അപ്പം നന്ദൻ പറഞ്ഞു ഇനി അജി പറയാനുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ സന്തോഷ് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇത്രയും നേരമായി. അപ്പോൾ അയാളുടെ സൈലൻസ് ജസ്റ്റിഫൈഡ് ആയിരുന്നു. നമ്മൾ ശരിക്കും ഒരു 11 പേര് സംസാരിച്ചാൽ കലബല സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഇവരുടെ ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ ഈ ഓരോരുത്തരുടെയും ഐഡിയോളജി എന്താണ്, ഓരോരുത്തരുടെയും ജീവിതം എന്ത്, ജീവിത സാഹചര്യം എന്ത്, തൊഴിലെന്ത്, അവരുടെ ബേസിക് നേച്ചർ എന്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം എന്ത്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാർഡ് ഉണ്ടാക്കിയിരുന്നു, ഓരോരുത്തർക്കും ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓരോ പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ വായിച്ചു നോക്കും, ഇത് ഈ മെയിൻ കാർഡിലേക്ക് ഇത് ചേരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക, ക്യാരക്ടർ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക, ഭാഷയുടെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക. ഒരാൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ വേറൊരാൾ സംസാരിക്കുന്നത്, വേറൊരാൾ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക, അതൊക്കെ ഒരു ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ ഒരേ സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് മാനസികമായിട്ട് ഒരു ഉണ്ടാവുന്നത് പലപ്പോൾ ഒരു സംഭവം എഴുതുമ്പോൾ നമ്മൾ അതായി മാറണമല്ലോ, നമ്മൾ ആ ക്യാരക്ടറിന്റെ അഭിപ്രായമായി മാറണം. ഇപ്പം പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ, അവന്റെ ജീവിത അനുഭവം അതാണെങ്കിൽ, നമ്മൾ മാറി നിന്ന് അവനെ ജഡ്ജ് ചെയ്തുകൊണ്ട് എഴുതിയാൽ അത് വേറെ എഴുത്തായി പോകും. മറിച്ച് നമ്മളതാവുമ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ അനുഭവമുള്ള പെണ്ണുങ്ങളെ തന്നെ വിശ്വാസമില്ലാത്ത ഒരുത്തൻ, അല്ലെങ്കിൽ മറ്റവനെ ഇപ്പൊ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ റോളാണെങ്കിൽ നമ്മൾ അതായി മാറണം. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിനയുടെ ക്യാരക്ടർ കാമുകനാകുന്ന പല കാര്യങ്ങൾ, പല ഉദ്ദേശങ്ങളുള്ളൊരു കാമുകനായി മാറുമ്പോൾ അതാവണം. അപ്പൊ ആ കണ്ടിന്യൂസ് ഒരേ സമയത്തുള്ള കണ്ടിന്യൂസ് ഷിഫ്റ്റിംഗ് കുറച്ച് ചലഞ്ചിങ് ആണ്, കുറച്ചൊരു എക്സോസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇവരെ കാസ്റ്റ് ചെയ്യുമ്പോഴോ, അതായത് ഇന്ന ആളാണ് ഇന്ന ക്യാരക്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നോ നേരത്തെ? ഇല്ല. അപ്പൊ അതായത് ഈ പറഞ്ഞ പോലെ ഇവരുടെ ശരിക്കുള്ള പേര് തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ വിനയുടെ ഉൾപ്പെടെ വിനയ് എന്നാണ്. ബാക്കി സെറിൻഡ് മാത്രമാണ് അഞ്ജലിയായി മാറിയതും, കലാഭവൻ ഷാജോൺ ഹരിയായി മാറി എന്നൊഴിച്ച് ബാക്കി ഇവരുടെ ശരിക്കുള്ള ജീവിതത്തിലെ പേരും ചിലവരുടെയൊക്കെ ശരിക്കുള്ള തൊഴിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ശരിക്കും നടക്കുന്ന അഭിപ്രായം അല്ല. ഇപ്പൊ ശരിക്കും ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ ഇപ്പൊ സെൽവൻ ചേട്ടന്റെ അഭിപ്രായം ഇതായിരിക്കില്ല, അല്ലെ മദൻ എന്ന് പറയുന്ന ആളുടെ അഭിപ്രായം ഇതായിരിക്കില്ല. അവരിലേക്ക് നമ്മൾ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ മൈൻഡ് സെറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മൈൻഡ് സെറ്റുകൾ, പല കാലങ്ങളിൽ വന്ന പല ഫിലോസഫിക്കൽ പലതരം പേഴ്സണാലിറ്റീസ് നമ്മൾ ഇവരിലേക്ക് ആരോപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ നാടക സംഘത്തിലുള്ള ആക്ടേഴ്സ് ആണല്ലോ, അപ്പോൾ സിനിമ പോലെ അല്ല നാടകം എന്ന് നമ്മൾ പറയുമല്ലോ. എന്ന് വെച്ചാൽ അതിന്റെ കണ്ടിന്യൂറ്റി ഒരു മാറ്റർ ആണ്. അത് ഷൂട്ട് ചെയ്യുന്ന ഓർഡർ, അതിന്റെ ഒരു ക്രോണോളജി ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഡിഫറെന്റ് അല്ലേ? അപ്പൊ അതിന് ഇവരെ പ്രിപ്പയർ ചെയ്ത ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു? അത് ഇവര് ഈ പറഞ്ഞ പോലെ നാടകക്കാരായതുകൊണ്ട് തന്നെ സ്റ്റേജിലെ അഭിനയവും നാടകത്തിന്റെ സ്ട്രക്ചറും അതിന്റെ പോക്കും തന്നെ വേറെയാണ്. സ്റ്റേജിൽ കുറച്ചൊരു എക്സാജറേറ്റഡ്, ഈ പറഞ്ഞ പോലെ ഒരു വൈഡർ ഓഡിയൻസിന്, കാരണം ഓഡിയൻസ് കാണുന്നത് ശരീരവും കേൾക്കുന്നത് ശബ്ദവും മാത്രമാണ്. സട്ടിലിറ്റീസ് ഓഡിയൻസിന് കാണാൻ പറ്റില്ല. ഒരു നാടകം നടക്കാൻ നേരത്ത് ഒരാളുടെ മുഖത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ തിരിഞ്ഞു നിന്ന് അഭിനയിച്ച ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ബേസിക് എല്ലാവർക്കും അറിയാവുന്ന സ്ട്രഗിൾസ് നാടകത്തിൽ നിന്ന് സിനിമയിലോട്ട് വരുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 8ഓളം പേരുടെ ആദ്യത്തെ സിനിമയാണ്. അവർ പല ആൾക്കാരും ഷൂട്ടിംഗ് സെറ്റ് പോലും അങ്ങനെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. അപ്പം ഇവരെ സിനിമയിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് അവരെ സിനിമയിൽ കൊണ്ടുവന്ന് ഇതുപോലെ ലൈറ്റും ക്യാമറയും ആളുകളും 10-70 പേര് ചുറ്റും നിൽക്കുമ്പോൾ ഉടനെ അഭിനയിക്കാൻ പറ്റില്ല, അവർ ഇൻറ്റിമിഡേറ്റഡ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഒരു 35 ദിവസം റിഹേഴ്സൽ ചെയ്തു, ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു. അപ്പൊ ക്യാമറ എന്ന് പറയുന്ന ഒരു കാര്യവും, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്ടിങ് ആണല്ലോ സിനിമയിൽ. ഇപ്പൊ തുടങ്ങും, കട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു അഭിനയത്തിലേക്ക് നാടകത്തിൽ അങ്ങനെ അല്ലല്ലോ, അതിനെ അവരെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമറ വെച്ച് തന്നെ അപ്പോൾ നമ്മൾ വൈഡാണ്, അല്ലെങ്കിൽ അപ്പം വൈഡാണ്, ഒരു കൊറിയോഗ്രാഫി, മൂവ്മെന്റുകൾ എങ്ങനെയാണ്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നതും നീങ്ങുന്നതും കാര്യങ്ങളും എങ്ങനെയാണ്, ബേസിക് കണ്ടിന്യൂറ്റി എന്താണ്, ഇപ്പോൾ എല്ലാ ഷോട്ടിലും ഒരു ഓക്കെ ഷോട്ടാണെങ്കിൽ വേറൊരു ആംഗിൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഈ ക്യാമറ വെച്ചുള്ള 35 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ 7 ദിവസം റിഹേഴ്സൽ ചെയ്യും, ക്യാമറ വെച്ചിട്ട് റിഹേഴ്സൽ. അപ്പം ഈ സിനിമാറ്റോഗ്രാഫറും അവൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം സിനിമാറ്റോഗ്രാഫറിനും ഒരു ധാരണ കിട്ടും എന്ത് ഷോർട്ട് ഡിവിഷൻസ് ആണ് പോകുന്നത്, എന്താണ് ആൾക്കാരുടെ മൂവ്മെന്റ് കാര്യങ്ങൾ ഒക്കെ. ആക്ടേഴ്സിനും അപ്പം പ്രത്യേകിച്ച് ഈ ആക്ടേഴ്സൊക്കെ സെറ്റിൽ വന്ന് ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല.
ഇപ്പൊ ആൾക്കാർ, കാരണം ഇവരുടെ ഡയലോഗ്സ് എന്ന് പറയുന്ന കാര്യമാണല്ലോ ഏറ്റവും സ്ട്രഗിൾ. ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം അയാളുടെ ഡയലോഗ് ഓർക്കേണ്ടി വരുമ്പോൾ അയാളുടെ അഭിനയം ഡ്രോപ്പ് ആവും. ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. അപ്പൊ ഇവർ പഠിച്ച് ഡയലോഗ്സ് ഇവരുടെ ഒരു സബ് കോൺഷ്യസിൽ ചെന്നു, ഇവർക്ക് ഓർക്കേണ്ട. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, ഇത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണോ അതോ സ്പോട്ടിൽ അവർ പറയും അത് അതുപോലെ ആക്കിയതാണ്, അതുപോലെ ആയതാണ്. കാരണം റിഹേഴ്സൽ കൊണ്ട് അവർക്ക് അപ്പുറത്തെ ആളുടെ ഡയലോഗിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവും, ക്യൂ കിട്ടുമ്പോഴത്തേക്കും ഇവർ പറയുന്ന രീതിയിലേക്കായി. അതിന് റിഹേഴ്സൽ ഒരുപാട് സഹായിച്ചു. സാറിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇവരെ കൊണ്ട് അഭിനയിപ്പിക്കുക അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, സാറിന്റെ ആദ്യത്തെ സിനിമയാണ്, അപ്പൊ സാറിന്റെ ഒരു പേഴ്സണൽ പ്രിപ്പറേഷൻ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇതിന്റെ ഒരു സ്ട്രഗിൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിലെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ നാടക സംഘത്തിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഇവരെല്ലാവരും എന്നെക്കാൾ മൂത്തവരും, എന്നെ നാടകം പഠിപ്പിച്ചവരും. ഇവര് സംവിധാനം ചെയ്ത നാടകത്തിൽ ഞാൻ അഭിനയിച്ച, ഇപ്പൊ സുധീർ എന്ന് പറഞ്ഞ മറ്റേ മാഷിന്റെ ക്യാരക്ടർ ചെയ്യുന്ന സുധീറേട്ടൻ എന്നെ സ്കൂളിൽ എൻ്റെ അധ്യാപകനായിരുന്നു, നാടകം പഠിപ്പ. ഇവരെ വെച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നപ്പം, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും സീനിയേഴ്സാണ്, അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനത്തെ ചലഞ്ചസ് ആണ്. അപ്പം നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, സിനിമ ചെയ്യാൻ തീരുമാനിച്ചു, പ്രൊഡ്യൂസർ ആയ സെക്കൻഡ് മുതൽ പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ സൗഹൃദമില്ല, ഇനി ഞാൻ ഡയറക്ടറും നിങ്ങൾ ആക്ടേഴ്സും. അപ്പോൾ അതിൻ്റെ ഡൈനാമിക്സ് അങ്ങനെ. അപ്പം അവർ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോഴും ചെറിയൊരു അകലം നമ്മൾ പാലിക്കും. ഞാൻ പിന്നെ മുമ്പത്തെ പോലെ അവരുടെ കൂടെ പോയി കൂടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡയറക്ടറാണ് എന്ന് ഉള്ള ഒരു അതായത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എടുക്കേണ്ടതാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിങ് ബോധപൂർവം ചെയ്തിരുന്നു. കാരണം ഇതിനകത്ത് പണം ഇൻവോൾവ് ആണ്. ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ച് ഇത്ര കോടി രൂപ മുടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അത്രയും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ എന്നുള്ളതിൻ്റെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഷൂട്ടിന് മുമ്പ് നമ്മൾ എടുക്കുന്നൊരു, അത് ഷൂട്ട് ചെയ്യേണ്ട രീതിയുടെ റെഫറൻസസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങൾ അവിടെ വെച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും. കുറേ ഡിസിഷൻസ്, അപ്പോൾ അതിപ്പോൾ ഷോർട്ട് ഡിവിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഡയലോഗ് മാറ്റി പറയുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ആ സമയത്ത് സംഭവിക്കും. പിന്നെ കുറേയൊക്കെ ഒരു എടുത്തുചാട്ടമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതാണ് ഒരു ഗുണവും. നമ്മൾ എടുത്തങ്ങ് ചാടുക, പിന്നെ ബാക്കി വരുന്ന വഴിക്ക് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ ചില മേക്കേഴ്സ് ഇങ്ങനെ പറയില്ലേ, ഈ സിനിമ തിയേറ്ററിലേക്കുള്ള പടമാണ്, ഇത് OTT-ലേക്കുള്ള പടമാണ്, ഇത് ഇന്ന സ്ഥലത്ത് വർക്ക് ആവില്ല, ഇത് ഇന്ന സ്ഥലത്ത് ആക്സെപ്റ്റ് ആവും, അങ്ങനെ എഴുതില്ല. അപ്പൊ സാർ ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് ഫെസ്റ്റിവലിന് വേണ്ടിയുള്ള സിനിമയാണ് അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടിയുള്ള സിനിമയാണ്, അങ്ങനെ എന്തെങ്കിലും ഇത് എവിടെ വർക്ക് ആവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ മുന്നേ തന്നെ? അതായത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ സിനിമ ഇതിന്റെ സബ്ജക്റ്റ് ആയി കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി സബ്ജക്റ്റിന്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്, സബ്ജക്റ്റിന്റെ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്, ഏത് രാജ്യത്തും ഏതാൾക്കും ഏത് മനുഷ്യനും മനസ്സിലാവുന്നു. പിന്നെ ക്യാരക്ടേഴ്സിന്റെ ഒരു സൈക്കി ഉണ്ട്. എല്ലാ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെയാണ് ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിനയം പറയുന്നത്, ഇതിന് ആക്ച്വലി ഒരു ഫിലിം ഫെസ്റ്റിവൽ സാധ്യതയുണ്ട്, ഫിലിം ഫെസ്റ്റിവൽസിന് അയക്കാം. അത് ആദ്യമേ തീരുമാനിച്ചല്ല, ഈ കഥ എഴുതി കഴിഞ്ഞപ്പോഴാണ്. ഇപ്പം ഞാൻ പ്രൊഡ്യൂസറുടെ അടുത്തും പറഞ്ഞു ഇത് ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത്യാവശ്യം നല്ല ഇന്റർനാഷണൽ ഫിലിംസ് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, സിനിമ നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് നമ്മൾ റിലീസിന് മുമ്പ് കുറച്ച് ഫെസ്റ്റിവൽസിന് പോകാം. അപ്പം അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽസിന് പോകുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിനൊരു ഈ അവാർഡ് പടം, ഫെസ്റ്റിവൽ പടം എന്ന് പറഞ്ഞൊരു ടാഗ് വരും. ആ ടാഗ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പക്ഷേ ഈ ഫെസ്റ്റിവൽസിന് ഇത്രയും പുതിയ ആൾക്കാരാണ്, വിനയ് ഒഴിച്ച് വേറെ ആരും, വിനയ് ഷാജേട്ടൻ ഒഴിച്ച് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന വേറെ ആരും ഈ സിനിമയിലില്ല. അപ്പോൾ തിയേറ്ററിലേക്ക് ഈ പടത്തിനൊരു ബസ് ഉണ്ടാവണം. ഒരുപാട് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭാഗ്യവശാൽ ഈ സിനിമ നമ്മൾ ഇപ്പോൾ US ലോസ് ആഞ്ചലസിൽ നമുക്ക് ബെസ്റ്റ് ഫിലിം കിട്ടുന്നു. പിന്നെ IFFK വന്നപ്പോൾ നെറ്റ് പാക്ക് ബെസ്റ്റ് മലയാളം ഫിലിം കിട്ടി. IFFIയിലോ ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിംഗ് ഫിലിമായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു പടം അതുവരെ എപ്പോഴും റിലീസ് ആയിട്ടുമില്ല. അപ്പോൾ ഒരു ചെറിയ സിനിമയ്ക്ക് ഇങ്ങനെയുള്ള ബസ്സുകൾ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ന്യൂസുകൾ, വാർത്തകൾ, അതിന് കിട്ടുന്ന അവാർഡ്സ് ഒക്കെ ഒരു അർത്ഥത്തിൽ സഹായിക്കും. ഈ ടാഗിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു അർത്ഥത്തിൽ സഹായിക്കും. അങ്ങനെ പക്ഷെ ഇത് തിയേറ്ററിൽ കാണാൻ വേണ്ടി തന്നെ ഇന്ന് നമ്മളിവിടെ കോളേജിൽ കാണുമ്പോഴും, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ കാണുന്നു. തിയേറ്ററിലാണ് സിനിമ കാണേണ്ടത്. അത് ഈ സിനിമ എന്നല്ല, ഏത് സിനിമയും ലവ് സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് അത് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ക്യാമറകളാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു OTT-ലേക്കോ മൊബൈലിലേക്കോ അല്ലെങ്കിൽ ഒരു iPad-ലേക്കോ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമാണെങ്കിൽ ഇത്രയും എഫേർട്ട്, ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ എക്യുപ്മെന്റ്സിൻ്റെയും ആവശ്യമില്ല.
അപ്പോൾ അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ സൗണ്ട് ഡിസൈൻ എല്ലാം, അതിൻ്റെ കളർ ഗ്രേഡിങ്, പലപ്പോഴും ഗ്രേഡ് ചെയ്യുന്ന ഒരു റിസൾട്ട് കാണണമെങ്കിൽ അത്തരം തിയേറ്ററുകളിൽ അത്ര നല്ല പ്രൊജക്ഷനിൽ ഉണ്ടാവണം. ഇതൊരു ആ തിയേറ്ററിൽ മാത്രം കിട്ടുന്ന, പ്രത്യേകിച്ച് തിയേറ്ററിൽ മാത്രം കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട് ഓഡിയൻസിന്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഫോക്കസ് ഉണ്ട് ഓഡിയൻസിൻ്റെ. അപ്പോൾ അത് നമ്മളിങ്ങനെ പല പല കാര്യങ്ങളുടെ ഇടയിൽ ലാപ്ടോപ്പിൽ കണ്ടാൽ അല്ലെങ്കിൽ ചുറ്റിനും സംസാരവും ബഹളവും ഉള്ള ഒരു സ്പേസിൽ കണ്ടാൽ അത്രയും കിട്ടില്ല. അത് മറിച്ചൊരു ഇരുട്ടിനകത്ത് ആ സൗണ്ടിങ്ങിനകത്ത് നമ്മൾ കാണാൻ തയ്യാറായിരിക്കുന്ന, സിനിമ കാണാൻ തയ്യാറായ ഒരു മനസ്സുണ്ട്. അപ്പോൾ അത് ആ ഫോക്കസ് ഇതിനെ ഒരുപാട് സഹായിക്കും. പിന്നെ ഓഫ് കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു OTT ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ മറ്റ് ആളുകളിലേക്ക്, ഇപ്പം തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ ഉള്ളവർക്ക്, മലയാളികളല്ലാത്തവർക്ക് ഒക്കെ കാണാനായിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ള രീതിയിലും. അപ്പോൾ ഈ എല്ലാ ഏരിയയിലും സക്സസ്ഫുൾ ആവണം. ഒരു ഫൈൻ ലൈൻ ഉണ്ട്. അതായത് ഒരു സിനിമ എസ്തെറ്റിക്കലി സക്സസ്ഫുൾ ആവുകയും അത് കൊമേഴ്ഷ്യലി വിജയിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഫൈൻ ലൈൻ ഉണ്ട്, ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അത് ഹിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. വലിയ തെറ്റില്ല, സാധിച്ചു തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ സിനിമ കണ്ട് കുറച്ച് നേരത്തേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിയത് ആരാണ് ഈ പ്രതി എന്നുള്ളതാണ് ആദ്യം നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ച് തുടങ്ങി, ഇങ്ങനെ അഞ്ജലി അതിനെ ഡീൽ ചെയ്തൊരു രീതി അങ്ങനെയാണോ ശരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യണ്ടേ, അങ്ങനെയുള്ള തോട്ട്സ് വരാൻ തുടങ്ങി. അത് ഒരു കുറച്ച് ഓഡിയൻസിനെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അതിൻ്റെ ഒരു ശരി തെറ്റുകളെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്കഷൻസ് ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇപ്പോൾ റിവ്യൂസിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ വരാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബോധറേഷൻ ഉണ്ടായിരുന്നോ ഇത് ഈ സിനിമ കൺസീവ് ചെയ്യുമ്പോഴോ എഴുതുമ്പോഴോ ഒക്കെ ആയിട്ട്, ഇത് എങ്ങനെ ഇതിൻ്റെ റൈറ്റ് റോങ് വേർഷൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ള? എനിക്ക് ഈ സിനിമ ഇറങ്ങുന്ന സമയം വരെയും ഞാൻ ആക്ച്വലി ഓഡിയൻസിന്റെ റിയാക്ഷനെ കുറിച്ച്, പടത്തിന്റെ ടോട്ടൽ റിയാക്ഷനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെ ഒട്ടും തന്നെ ആലോചിച്ചിട്ടില്ല. മറിച്ച് റിലീസിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് ആളുകൾ കാണണം, ആളുകൾ കൂടുതൽ കാണണം, അതിന്റെ നല്ല അഭിപ്രായം വരണം, അതിന്റെ ബിസിനസ് നടക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ആലോചന വരുന്നത്. എഴുത്തിന്റെ സമയത്ത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു ശരി തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സും അല്ലെങ്കിൽ സിനിമ തന്നെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സിനിമയുടെ ക്ലൈമാക്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. കാരണം ഒരു സെക്ഷൽ ഹരാസ്മെന്റ് കേസ് പല രീതിയിലാണ് സംഭവിക്കുന്നത്. ഒരാൾക്ക് തന്നെ, ഇപ്പം ഈ സിനിമയ്ക്കകത്ത് അഞ്ജലി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് സംഭവിച്ചിരിക്കുന്നത് താൻ കഴിഞ്ഞ 15-16 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വളരെ ഈർപ്പവും അടുപ്പവുമുള്ള ഒരു നാടക സംഘത്തിലാണ്. അപ്പൊ അത്രയും അവൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത കുടുംബം എന്ന് വിശ്വസിച്ച ഒരു സ്പേസിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നതും, നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ അത് ഒരു അനുഭവം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വലിയ അടുപ്പമില്ലാത്തൊരു സ്പേസിൽ ഉണ്ടാവുന്നതിനോടൊക്കെയുള്ള ഒരേ ആളുടെ റിയാക്ഷൻ പലതായിരിക്കും, അയാളുടെ ഷോക്ക് പലതായിരിക്കും. അപ്പം ഓഡിയൻസിന് ഇപ്പൊ പല രീതിയിൽ അതിൻ്റെ ഒരു നീതി ഇങ്ങനെ ആയിരിക്കണം. അവൾ പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു, അവനെ കണ്ടുപിടിക്കണമായിരുന്നു എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടാകും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഡയറക്ടർ എന്ന നിലയിലും ഞാൻ എങ്ങനെ വേണമെന്ന് ഞാൻ ഫോഴ്സ്ഡായിട്ട് ചെയ്യുക. മറിച്ച് ആ ക്യാരക്ടർ എന്താണ് നമ്മളോട് പറയുന്നത്. ഇപ്പം നമ്മൾക്കറിയാവുന്ന, നമ്മൾ ഒരുപാട് കഥകൾ, എനിക്ക് ഒരുപാട് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, അങ്ങനെ ഒരുപാട്. അവരിൽ നിന്നെല്ലാം നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് ആണ് ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുന്നത്. എങ്ങനെ ആയിരിക്കും ആ പെൺകുട്ടി, ഞാനൊരു പെണ്ണല്ല, പക്ഷെ മറിച്ച് ആ പെൺകുട്ടി ഇത്രയും ക്ലോസ് സ്പേസിൽ നിന്ന് വരികയാണെങ്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്കാരി ഒരു നാടകക്കാരി. അപ്പം നമ്മൾക്ക് വരുന്ന ഒരു ട്രോമാറ്റിക് അനുഭവത്തെ നമ്മൾ അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് ആ ആളുടെ സ്വഭാവത്തിന് അനുസരിച്ചിരിക്കും. ഇപ്പൊ എൻ്റെ അമ്മ ഒരു 19 വയസ്സുള്ള ഒരു മകൻ മരിച്ചുപോയ ഒരു അമ്മയാണ്. എൻ്റെ ചേട്ടൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ്. അപ്പോൾ അമ്മ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, എത്രയോ അമ്മമാർ ലൈഫ് ലോങ് വിഷമിച്ചിരിക്കും, ലൈഫ് ലോങ് പിന്നെ ആ ഒരു കഥാർസിന്റെ പുറത്തോട്ട് വരാൻ പറ്റാതെ അതിനകത്ത് വിഷമിച്ചിരിക്കും. ഇപ്പം എൻ്റെ അമ്മ റെസ്പോണ്ട് ചെയ്തത് ആദ്യത്തെ മകനാണ്. അപ്പം ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞ് ഒരു പ്ലേ സ്കൂൾ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞൊരു 16 വർഷമായിട്ട് ഒരു പ്ലേ സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഒരു 600 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ടു. അതിനകത്തൂടെയാണ് പുള്ളിക്കാരിയുടെ വിഷമത്തെ മറികടക്കുന്നതും പുറത്തു വരുന്നത്. അപ്പൊ അത് ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അനുസരിച്ചിരിക്കും. പക്ഷെ നമുക്കൊരു ശരിയായ റെസ്പോൺസ്, ഇതാണ് കറക്റ്റ്, ഇത് തെറ്റാണ് എന്ന് നമുക്കൊരിക്കലും
പറയാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ അഞ്ജലി റെസ്പോണ്ട് ചെയ്തത് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും അവളൊരു നാടകം സംവിധാനം ചെയ്യും, അവളുടെ അനുഭവത്തെ വേറെ ഒരു തലത്തിലേക്ക് അവൾ പറയാനുള്ള കാര്യം അവൾ പറഞ്ഞുകൊണ്ട് അതിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഈ സിനിമേന്റെ ആക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നില്ലേ, ഒരു തെസ്പിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അത് എങ്ങനെയാ അങ്ങനെ ഒരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്? നമുക്ക് മലയാളത്തിൽ അങ്ങനെ കുറവല്ല, BTS വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ്? ആക്ച്വലി അതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാവുന്നത് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ ബോംബെയിൽ ഈ പടം എല്ലാം കാണിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ സാർ എല്ലാവർക്കും ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവരെല്ലാവരെയും സാറ് ബോംബെയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ നേരത്തെ ഈ സിനിമ കാണുന്നവരെ എല്ലാവരും തന്നെ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന സാധാരണ ആളുകളാണ്. അപ്പം അവര് ബോംബെയിലേക്ക് കൊണ്ടുവന്ന് ഫെസ്റ്റിവലിൽ കൊണ്ടുവന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു, നല്ല ഹോട്ടലിൽ താമസിപ്പിക്കുന്നു, ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് പാർട്ടിക്ക് ശേഷം എല്ലാവരും വളരെ വികാരഭരിതരായി സംസാരിക്കുന്നു, സാറിനെ ഇപ്പോൾ കെട്ടിപ്പിടിക്കുന്നു എല്ലാം. അപ്പോൾ സാറ് കാണുകയാണ് അതിൻ്റെ ഒരു ഹ്യൂമൻ ലൈഫ് ഉണ്ടല്ലോ, സിനിമയ്ക്ക് അപ്പുറത്തോട്ട് എങ്ങനെ നിന്നവര് അവർക്കൊരു സിനിമയിൽ ഒരു അവസരം വരുന്നു, അവർക്ക് ഈ ഒരു സ്പേസ് അവർ ആഗ്രഹിച്ചൊരു സ്പേസിലേക്ക് വരുന്നു എന്ന് പറയുന്നു. സാറ് കണ്ടപ്പോഴാണ് സാറ് പറയുന്നു ശരിക്കും ഇതിനകത്തൊരു ഡോക്യുമെന്ററിയുടെ സാധ്യതയുണ്ട്. എന്നിട്ട് സാറ് ഇവരെല്ലാവരും നമുക്ക് ഗോവയിലോട്ടും കൊണ്ടുപോകാം, ഇനി എല്ലാ വരുന്ന ഫെസ്റ്റിവൽസിനൊക്കെ ഇവരെ കൊണ്ടുപോകാം. അപ്പോൾ അതിനൊക്കെ പൈസ നല്ല ചിലവാണ്, ആരും ചെയ്യില്ല, ഒരു പ്രൊഡ്യൂസറും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു സാർ നമുക്ക് ചെയ്യാവുന്നതാണ്, ഞാൻ ചെയ്യില്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യില്ല, വേറൊരു ഡയറക്ടറിനെ വെച്ചിട്ട് നമുക്ക്, കാരണം അവർക്കൊരു വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടും. കാരണം ഇവരുടെ ജീവിതം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാം, അധികം പൈസ മുടക്കാതെ, കാരണം അതിനകത്തൊരു റവന്യൂ ഉണ്ടാവില്ല, അതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി ആയിട്ട് മാത്രം നിലനിൽക്കാൻ പോകുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പയ്യനെ എനിക്കറിയാം നേരത്തെ തന്നെ, അവനൊരു ഡയറക്ടർ ആവാൻ നിൽക്കുന്ന ഒരാളാണ്, ഫിലിം മേക്കർ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറയും, അവൻ ഇനിഷ്യേറ്റീവ് എടുത്ത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത ഒരു കാര്യമാണ്, ഇവരുടെ ഒരു ലൈഫും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മുടെ പഴയ 12 Angry Men മൂവി ആയിട്ട് ആട്ടം കണ്ട ശേഷം കുറെ പേര് ഇങ്ങനെ അതുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മൂവി ഇൻസ്പയർ ചെയ്തിരുന്നോ? ആ മൂവി ഞാൻ കണ്ട സിനിമയാണ്, നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എനിക്ക് ആളുകൾ പറയുന്ന, ഞാനാണ് ഇപ്പോൾ ഈ സിനിമ കാണുന്നത്, ഞാൻ ഇതിന്റെ സംവിധാനമല്ല, ഞാനാണ് കാണുന്നതെങ്കിൽ ഞാൻ അതിന്റെ ഒരു വളരെ ക്ലിയർലി ഇൻസ്പയർഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യും. കാരണം സ്വാഭാവികമായിട്ടും ഇത്രയും 11 ആണുങ്ങൾ ഒരു കേസ്, ഒരു മേശയുടെ ചുറ്റും ഉള്ളൊരു ചർച്ച, ഒരു കേസിന് ചുറ്റിപ്പറ്റിയുള്ള ചർച്ച. പക്ഷെ ശരിക്കും സംഭവിച്ചത് ഈ കഥ എഴുതി വന്ന് ഇവർ വീട്ടിലേക്ക് വരുന്ന ഈ കേസിന്റെ ചർച്ചയുടെ കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി 11 ആണുങ്ങളും ഈ കേസും ഒക്കെ വരുമ്പോഴത്തേക്കും 12 Angry Menന്റെ ഒരു സ്പേസിങ്ങും സോണും ആളുകൾ വിചാരിക്കുവോ എന്ന് തോന്നി. പക്ഷെ അത് നാച്ചുറലായിട്ട് അവിടെ വരെ എത്തിയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബോധപൂർവ്വം ഇനി അതല്ലാന്ന് കാണിക്കാൻ വേണ്ടി മാറ്റേണ്ട കാര്യമില്ല, കാരണം അത് പിന്നെ സിനിമയെ ബാധിക്കും. അപ്പൊ നാച്ചുറലി ഇപ്പൊ ഒരു കേസ്, ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കേസ് കൂട്ടുകാരുടെ ഇടയിൽ ഡിസ്കസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇരുന്നേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല നടന്നും ചിരിച്ചും കളിച്ചും പല ഘട്ടങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു സീരിയസ്നെസ് ഉണ്ട്. അതിലേക്ക് വേറൊരു ഇൻട്രസ്റ്റ് വന്നാൽ, ഒരു യൂറോപ്പ് ട്രിപ്പിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ, നിങ്ങൾക്കും അതിനകത്തൊരു സ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ then it becomes all the more complicated. അപ്പോൾ അതിനൊരു സ്പേസ് ഉണ്ടാവും, അതിന് ആ ഒരു പാരലൽസ് വരും എന്ന് എനിക്കറിയാം. പിന്നെ അതൊരു മാസ്റ്റർഫുൾ വർക്കാണ് 12 Angry Men എന്ന് പറയുന്നത്. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്ര ഗംഭീരമായിട്ടുള്ള, അത്രയും അത് ഫുൾ സിനിമ ആദ്യ അവസാനം ഒരു റൂമിനകത്ത്, അത് ചെറിയൊരു റൂമിനകത്ത് അതിന്റെ ഷോർട്ട് ഡിവിഷൻസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഫൈനലി ഇപ്പോൾ വിനയ് ഫോർട്ട് ഈ ഒരു സിനിമയെ പറ്റി പറയുന്ന സമയത്ത് വേറൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇനി അടുത്ത ഭാവി പ്ലാൻസ് എങ്ങനെയാണ്? ആ സിനിമയായിട്ട് മുന്നോട്ട് പോകാനാണോ, അത് പുതിയ ഫിലിംസിലേക്കുള്ള വർക്കാണോ? അന്ന് എഴുതിക്കൊണ്ടിരുന്ന സിനിമയല്ല ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുന്നത് ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പം എന്താണ് പ്രേമത്തിന്റെ നൂലാമാലകൾ, പ്രണയത്തിന്റെ എന്തൊക്കെ വശങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു ലവ് സ്റ്റോറി ആണ് നടക്കുന്നത്. അതൊരു പകുതി വഴിയാവുന്നു. ഹോപ്പ്ഫുള്ളി അടുത്ത വർഷമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇപ്പോൾ ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും ആസ് എ ത്രില്ലർ, അതേപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഫിലിം എന്നുള്ള നിലയിലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്, ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതിനേലും ഭംഗിയായിട്ട് അടുത്ത ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ ആട്ടത്തിലത്തെ എല്ലാ അഭിനേതാക്കൾക്കും അതുപോലെ എല്ലാവിധ ആശംസകളും നേരാണ്. അവർക്ക് സിനിമയിൽ ഇനിയും സ്ക്രീനിൽ കാണണമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.
താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ നാക്ക് പൊന്നാവട്ടെ.